എല്ലാ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ ഒരാൾ പറയുകയാണ്. വമസായി കുല്ലി ലൈലത്തിൻ, എല്ലാ രാവിൻ്റെയും വൈകുന്നേര സമയത്തും. അപ്പൊ എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും ഒരാൾ ഇപ്രകാരം പറഞ്ഞാൽ ഇനിയാണ് പറയേണ്ട ദിക്ർ വരുന്നത്. എന്താണ് നമ്മൾ പഠിച്ചു വെക്കുക? ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതാണ് സലാസ മർറാത്ത്, 3 തവണ പറയേണ്ടത്. ഇത് രാവിലെയും പറയണം, വൈകുന്നേരവും പറയണം, മറന്നു പോകരുത്. എന്താ അതിന്റെ ആശയം? ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ നാമത്തിൽ ഞാൻ അവനോട് കാവൽ തേടുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം. ഏതൊരു കാര്യത്തിലും ബിസ്മില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ ആ ചെയ്യാൻ പോകുന്ന കാര്യം ഞാനിതാ ആരംഭിക്കുന്നു എന്നായിരിക്കും അവിടെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിന്റെ നാമത്തിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നു എന്നാണ്. വെള്ളം കുടിക്കുമ്പോൾ ഒരാൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ കുടിക്കുന്നു എന്നാണ്. ഒരാൾ അറിവ് നടത്തുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ അറിവ് നടത്തുന്നു എന്നാണ്. ബിസ്മില്ലാ എന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ പറയുമ്പോൾ എന്താ? അള്ളാഹിന്റെ നാമത്തിൽ ഞാനിതാ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. അള്ളാഹിന്റെ നാമത്തിൽ ഞാൻ അവനോട് കാവൽ ചോദിക്കുകയാണ്. എന്തിൽ നിന്ന്? എങ്ങനെയുള്ള നാമമാണ്? ഞാൻ നാമത്തിന്റെ പ്രത്യേകത പറയണം. അല്ലദീ, എങ്ങനത്തെ പേരാണത്? അള്ളാഹ് എന്നുള്ള അള്ളാഹിന്റെ പേരിന്റെ പ്രത്യേകത എന്താണ്? ലാ യദുറു, ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. ലാ യദുറു, ഉപദ്രവമുണ്ടാക്കുകയില്ല. മഅസ്മിഹി, അവന്റെ പേരിനോടൊപ്പം, അവന്റെ പേര് പറയുന്നതോടുകൂടി പിന്നെ ഉപദ്രവിക്കുകയില്ല. ശൈഉൻ, യാതൊന്നും തന്നെ, ഫിൽ അർളി, ഭൂമിയിലുള്ള, വലാ ഫിസ് സമാഇ, ആകാശത്തിലുള്ളതും ഉപദ്രവിക്കൂല. വഹുവ, അവൻ, അസ്സമീഉ, എല്ലാം കേൾക്കുന്നവനാണ്, അൽ അലീം, എല്ലാം നന്നായി അറിയുന്നവനുമാകുന്നു. അപ്പൊ എന്തായി പറയുന്നത്? എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമായ അള്ളാഹു, അവന്റെ നാമത്തോടൊപ്പം അവന്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള ഒന്നും തന്നെ ഒരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല. അത്ര വലിയ മഹത്വമേറിയ നാമമാണത്. ആ നാമം കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് എല്ലാ തിന്മകളിൽ നിന്നും എന്ത് ചെയ്യാണ്? കാവൽ ചോദിക്കാണ്. എനിക്ക് പെട്ടെന്നൊരു ബലാ ഉണ്ടാകരുതേ, ഒരു മുസീബത്തും ബാധിക്കരുതേ എന്ന് പറയണം. ഇത് 3 തവണ ഒരാൾ പറഞ്ഞാൽ, അപ്പൊ എല്ലാവരും അത് പഠിച്ചു വെക്കണം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് 3 തവണ പറഞ്ഞാൽ രാവിലെയും പറയണം, വൈകുന്നേരവും പറയണം. എന്നാലോ ഇല്ല ലം യദുറഹു ശൈഉൻ, ഒരു വസ്തുവും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഒരു വസ്തുവും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഉച്ചരിച്ചിരുന്ന, ഇതൊക്കെ പറഞ്ഞിരുന്ന നമ്മുടെ മുൻഗാമികളൊക്കെ വളരെ ദൃഢമായി ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. ഇതെപ്പോഴെങ്കിലും പറയാതെ പോയാൽ അതിൻ്റെ അനർത്ഥങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് മുൻഗാമികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. ഉദാഹരണമായി ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഈ ഹദീസ് പറഞ്ഞിടത്ത് അദ്ദേഹം പറയാണ്, ഇത് വളരെ ശരിയായ ഒരു വാർത്തയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന സത്യസന്ധമായ ഒരു വാക്കാണിത്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് ഞാനിത് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം പറയണം. എന്താ കാരണം? ഇത് കേട്ടത് മുതൽ ഞാനിത് ഒരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടില്ല. എപ്പോഴും ഞാൻ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ ഞാനിത് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരാപത്തും ഉണ്ടാവാറില്ല. എന്നാൽ ഒരിക്കൽ ഞാനത് ഒഴിവാക്കി. ഒരു ദിവസം ഞാനത് പറയാൻ വിട്ടുപോയപ്പോൾ ഫലദഗതനി അഖറബുൻ ബിൽ മദീനത്തി ലൈല, മദീനയിൽ വെച്ച് ഒരു രാത്രിയിൽ ഒരിക്കൽ എന്നെ തേള് കുത്തുകയുണ്ടായി. അപ്പൊ ഞാൻ എന്തായിരിക്കും ഇപ്പം തന്നെ തേള് കുത്തിയത് എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് ബോധ്യമായി, ഇന്ന് ഞാൻ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ എന്ന ദിക്ർ ചൊല്ലാൻ മറന്നിട്ടുണ്ട്. നോക്കി നിങ്ങൾ. അപ്പൊ മുൻഗാമികൾ അവരൊക്കെ ഇത് അക്ഷരം പ്രതി അതിൽ അടിയുറച്ച് വിശ്വസിച്ചവരാണ്. നിങ്ങൾ സഹാബത്തും താബിഈങ്ങളും മുൻഗാമികളും തബഉ താബിഈങ്ങളും ഒക്കെ അവരൊക്കെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് പറഞ്ഞാൽ അതിലൊക്കെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടായിരുന്നു അതൊക്കെ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആകാശത്തിലോ ഭൂമിയുടെ ഭാഗത്തു നിന്നോ ഒരാപത്തും പിന്നെ ഒരാൾക്കും ബാധിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്, അസ്സമിയാണ്. അള്ളാഹുവിന്റെ കേൾവിക്ക് അടുത്തോ അകലെയോ അല്ലെങ്കിൽ പതുക്കെയോ ഉറക്കയോ എന്ന പ്രത്യേകതയൊന്നുമില്ല. റബ്ബെല്ലാം കേൾക്കുന്നവനാണ്. സൃഷ്ടികളോ, സൃഷ്ടികളുടെ കേൾവിക്ക് പരിധിയുണ്ട്. എന്തും അള്ളാഹ് കേൾക്കും. അതേ അവസരത്തിൽ സൃഷ്ടികൾക്ക് അങ്ങനെ കഴിവില്ല. എല്ലാം അള്ളാഹു അറിയും. അതേ അവസരത്തിൽ സൃഷ്ടികൾക്കെല്ലാം അറിയാൻ കഴിയുകയില്ല. ആരെത്ര രഹസ്യമാക്കി വെച്ചാലും ഏത് ഗൂഢാലോചന നടത്തിയാലും അള്ളാഹ് അതൊക്കെ അറിയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചില്ലേ, അം യഹ്സബൂന, അവർ വിചാരിച്ചിരിക്കുകയാണോ, അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവരുടെ സ്വകാര്യങ്ങളും അവരുടെ രഹസ്യ ഭാഷണങ്ങളുമൊന്നും നമ്മൾ കേൾക്കൂലാന്നാണോ ഇവർ വിചാരിച്ചത്? ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, നമ്മൾ കേൾക്കുന്നു അറിയുന്നുണ്ട് എന്നുള്ളതിന്റെ പുറമെ
ഇതിനൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ അത് രേഖപ്പെടുത്തി വെക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തൊരു കലാമ് അള്ളാഹ് നമ്മളിൽ നിന്ന് കേൾക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ അള്ളാഹ് സമീഅാണ് എന്ന് പറയുമ്പോൾ എല്ലാ ദുആയും അവൻ മാത്രമാണ് കേൾക്കുക. ഇന്ന റബ്ബീല സമീഉ ദുആ, തീർച്ചയായും എൻ്റെ രക്ഷിതാവാണ് ദുആ കേൾക്കുന്നവൻ. ദുആ കേൾക്കുക മാത്രമല്ല, അവനാണ് ഉത്തരം നൽകുന്നവനും. അതുകൊണ്ട് തന്നെ റബ്ബ് എല്ലാം കേട്ട് ഉത്തരം ചെയ്യും. എല്ലാം അവനറിയാം. ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവനറിയാം. എപ്പോൾ മരിക്കുമെന്ന് അവനാണറിയാം. ഏത് പ്രദേശത്ത് വെച്ചാണ് ഒരാൾ മരിക്കുക എന്ന് അവനാണറിയാം. ഒരു ഇല പോലും വീഴുന്നില്ല അവനറിയാതെ. എന്താണ് ഗർഭാശയങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് അള്ളാഹുവിനാണറിയാം. മഴ എപ്പോഴാ പെയ്യാന്ന് അള്ളാഹുവിനാണറിയാം. എന്തൊക്കെയാണ് നാളെ മനുഷ്യൻ സമ്പാദിക്കുക എന്ന് അള്ളാഹുവിനാണറിയാം. ഈ അറിവുകളൊക്കെ റബ്ബിൽ പരിമിതമാണ്. ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമാണ് അറിയാം. മനുഷ്യ മനസ്സുകളിലെ ചിന്താഗതികളും തോന്നലുകളും വരെ അവനറിയാം. ഇതൊക്കെ അലീം എന്ന് പറഞ്ഞതിൻ്റെ തഫ്സീറാപ്പ ഞാനീ പറഞ്ഞത്. എന്നിട്ട് ഈ വിശേഷണങ്ങളൊക്കെ സി എം മടവൂരിനും മൊഹീദ്ദീൻ ശൈഖിനും മറ്റുള്ള ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്നവർക്കൊക്കെ ചാർത്തി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര് ജനങ്ങളെ ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവർക്കും നമ്മളെ മനസ്സറിയാം. ഇവിടെ ഒരു ഇല അനങ്ങുന്നില്ല, ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല. ഇവിടെ സൂര്യചന്ദ്രൻ നക്ഷത്രാദികളെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്, ആകാശഭൂമികൾ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് കോഴിക്കോട്ടുകാരനായ സി എം മടവൂരാണ് എന്ന ശുദ്ധ പൊട്ട പോയത്തം ശിർക്കൻ വിശ്വാസം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ആളുകൾ ഇത് പറയാണ്. അത് പറയുമ്പോൾ പ്രഭാത പ്രദോഷങ്ങളിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് നമ്മൾ അതിൽ നിന്നൊക്കെ പരിശുദ്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ലോകത്ത് അള്ളാഹിനെ കുറിച്ച് മറ്റുള്ളവർ പലതും പറയുമ്പോൾ മുവഹിദുകളായ വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? അവൻ അനുയോജ്യമായത് മാത്രം അവനെക്കുറിച്ച് പറഞ്ഞ് അവനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവനെ മാത്രം ആ അർത്ഥത്തിൽ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ കേട്ട കുറേ ദിക്റുകളുണ്ട്. ഇതൊക്കെ വെറുതെ കേൾക്കാനുള്ളതല്ല, ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് മാറ്റിവെക്കാനുള്ളതുമല്ല, തെറ്റോടുകൂടി എങ്ങനെയെങ്കിലും പഠിച്ചു ചൊല്ലേണ്ടതുമല്ല. തെറ്റില്ലാതെ പഠിച്ച് അർത്ഥം പഠിച്ച് ആശയം പഠിച്ച് മനസ്സിൽ രൂഢമൂലമാക്കിക്കൊണ്ട് നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കണം, ഉരുവിടണം, ചൊല്ലിക്കൊണ്ടിരിക്കണം. നമുക്കതിലൂടെ ദുന്യവിയും മുഹറവിയുമായ സന്തോഷവും സമാധാനവും ഒരുപാട് ഖൈറുകളും ലഭ്യമാകും. ഒരു സംശയവും വേണ്ടതില്ല. കാരണം വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മഹാനായ നമ്മുടെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അധ്യാപനങ്ങളാണിത്. മുറുകെ പിടിച്ച് ജീവിക്കുക